ശരി, എളമക്കര പോലീസ് സ്റ്റേഷന് മുൻപിൽ നിന്നാണ് ശ്യാം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അമ്മയെയും കുട്ടിയെയും ഇപ്പോൾ അവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. അമ്മ ഈ തെരച്ചിലിന്റെ ഭാഗമായിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അവിടുത്തെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് മാത്രമേ ഉള്ളൂ ബാക്കിയായിട്ട്. കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. വൈപ്പിൻ കാളമുക്കിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ പെട്ടെന്ന് ഊർജിതമായി 2 സംഘങ്ങളെ തിരിഞ്ഞുകൊണ്ടാണ് ഈ തെരച്ചിലിന്റെ ഭാഗമായത്. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ചെയ്തേ മതിയാകൂ. കാരണം നമുക്ക് മുൻ അനുഭവങ്ങളുണ്ട്. ഒരുപാട് ആശങ്കയിലും പരിഭ്രാന്തിയിലും ഒക്കെ ആയിപ്പോയിട്ടുള്ള ദിവസങ്ങൾ, സംഭവങ്ങളൊക്കെ സമീപകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ അനുഭവ പാഠത്തിൽ നിന്ന് തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാകണം ഇന്ന് വളരെ വേഗം ഊർജിതമായിട്ടുള്ളൊരു തെരച്ചിലും അന്വേഷണവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊടുവിൽ 6.5-7 മണിക്കൂർ അടുക്കുന്ന സമയത്ത് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. വൈപ്പിൻ കാളമുക്ക് ഭാഗത്ത് വെച്ച്. ശ്യാം തുടരുന്നുണ്ട്. ശ്യാം, അവിടെ അതായത് ഈ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒക്കെ പ്രതികരണം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? നിലവിലിപ്പോൾ ACP ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാകുകൊണ്ട് തന്നെ ACP ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന ശേഷം ACP പറയും എന്ന കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇവരെല്ലാവരും, ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുത്ത ആളുകളാണ്. നമുക്കറിയാം, വളരെ വലിയൊരു ദൗത്യം എന്ന് തന്നെ വേണം അതിനെ വിശേഷിപ്പിക്കാൻ. കാരണം മണിക്കൂറുകൾ നീണ്ട ആ ഒരു ദൗത്യം, ആ പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. ഒരു പരിക്കുകളും മറ്റുമൊന്നുമില്ലാതെ ആ കുട്ടിയെ അതിൻ്റെ അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുവാൻ പോലീസിനെ കഴിഞ്ഞിരിക്കുന്നു. വൈകിട്ടോടുകൂടിയാണ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങിയ ആ കുട്ടിയെ കാണാനില്ല എന്ന ഒരു പരാതി പോലീസിന് മുമ്പാകെ ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് ഈ സ്കൂൾ മുതൽ പിന്നീടുള്ള ഓരോ ഇടങ്ങളും പോലീസ് അന്വേഷിക്കുന്നു. അങ്ങനെയാണ് പച്ചാളത്ത് നിന്നുള്ള ആദ്യ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് അടുത്ത CCTVയിൽ ഈ പെൺകുട്ടി ഈ സൈക്കിളിൽ ചവിട്ടി നീങ്ങുന്ന, കുറച്ചധികം ദൂരം നീങ്ങുന്ന ഒരു ദൃശ്യങ്ങൾ ലഭിക്കുന്നു. പിന്നീടും ഉള്ള പരിശോധനകളും മറ്റുമൊക്കെ നടത്തുന്നു. അങ്ങനെ അതിനുശേഷം ഏറ്റവും ഒടുവിൽ കണ്ട ദൃശ്യങ്ങൾക്ക് ശേഷം പിന്നീടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പല സംഘങ്ങളായിട്ട് തിരിഞ്ഞ് അവിടെ നിന്ന് പല ഇടങ്ങളിലേക്ക് പോലീസ് നീങ്ങുന്നു. ഒരുപക്ഷെ ആ രാത്രിയോടുകൂടി ഏകദേശം ഇപ്പോൾ 11 മണിയൊക്കെ പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ 12 മണിയും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സമയം അത്രയും നേരം ഈ പെൺകുട്ടി അങ്ങനെ ചെലവഴിച്ചു എന്നതാണ് വളരെ ചെറിയൊരു കാര്യമാണ്. അമ്മയുടെ ഫോൺ കുട്ടി കൊണ്ടുപോയിരുന്നു. ഒരുപക്ഷെ അത് സ്കൂളിൽ വെച്ച് പിടിക്കുകയും തുടർന്ന് വീട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന ഒരു പ്രശ്നം, അതാണ് ഈ കുട്ടിയെ ഇങ്ങനെ മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരം അതുതന്നെയാണ്. എന്തായാലും നിലവിൽ കുട്ടിക്ക് മറ്റ് പരിക്കുകളും ഒന്നും തന്നെ ഇല്ലാതെ കുട്ടിയെ വളരെ നല്ല രീതിയിൽ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. പോലീസ് ഇപ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ പക്കലേൽപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഇത് സംബന്ധിച്ച് കേസും കാര്യങ്ങളുമൊക്കെ പരാതി ഉള്ളതിനാൽ തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷം ഈ കുട്ടിയെയും അമ്മയെയും വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കും, വീട്ടിലെത്തിക്കും. എന്തായാലും അമ്മയ്ക്ക് ഏറെ സന്തോഷകരമായിരിക്കുന്നു. വൈകിട്ട് ആ കുട്ടിയെ കാണാനില്ല എന്ന് അറിഞ്ഞതിന് ശേഷം മുതൽ ആ അമ്മയുടെ കണ്ണീരും കരച്ചിലുമൊക്കെ വളരെ വലുതായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരും മറ്റ് ആളുകളുമൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും കൂട്ടമായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാനും ഒക്കെ കാരണം എന്നാണ് പറഞ്ഞത്. നിലവിലിപ്പോൾ ആ കുട്ടിയെ കണ്ടെത്തിയതോടുകൂടി ആ അമ്മ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുകയും ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മുകയും ഒക്കെ, എന്ത് കാര്യമുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ എന്ന ആ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി മകളോട് പറഞ്ഞപ്പോൾ മകൾ ചിരിച്ച് തിരികെ അങ്ങനെ ഇരുവരും സന്തോഷകരമായ രീതിയിൽ ആണ് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ. സ്വാഭാവികമായിട്ടും ശ്യാം, ഈ ഒരു കാലഘട്ടത്തിൽ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതാകുമ്പോൾ സമയം 10-12 മണിയോട് അടുക്കുമ്പോഴും ഒരമ്മയ്ക്ക് നമുക്കൊക്കെ വലിയ ആശങ്കയാണ്. സ്വാഭാവികമായിട്ടും എവിടെ പോയി കുട്ടി, എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ള വലിയ ആശങ്കയാണ്. ആ ആശങ്കയ്ക്കൊക്കെയാണ് വലിയ സമാധാനത്തിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നവും, ആരോഗ്യ പ്രശ്നം പോലും ആ കുട്ടിക്കില്ല. അല്ലെങ്കിൽ അവൾ ഭയങ്കര ഓക്കെ ആയിട്ടാണ് അവളെ കണ്ടുകിട്ടിയെന്നാണ് പോലീസ് പറയുന്നത്.